ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഹബ്ബാണ് ഫോർട്ട് കൊച്ചി. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങൾ കാണാനായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് നാച്ചുറൽ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. ഇത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ഒന്നുമല്ല. ഈ വെളി ഗ്രൗണ്ടിൻ്റെ ഒരു മൂലയിലുള്ളൊരു വലിയൊരു ചീനിമരമാണ്. അപ്പോൾ ആ മരത്തിൽ മൊത്തം LED ലൈറ്റ്സും അതേപോലെ തന്നെ സ്റ്റാറും അങ്ങനെ പല സാധനങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത് കാണാൻ, നല്ല വലുപ്പമുണ്ട്. അപ്പോൾ അടുത്ത് നിന്ന് കാണുന്നതിനേക്കാൾ കുറച്ചും കൂടെ എനിക്കിഷ്ടമായത് ദൂരെ നിന്നൊരു വലിയൊരു മരം ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ക്രൗഡ് എന്ന് പറഞ്ഞാൽ അന്യായ ക്രൗഡാണ് കേട്ടോ. അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെ വെളി ഗ്രൗണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെറിയിലും വരാം, അല്ലാന്നുണ്ടെങ്കിൽ റോഡ് വഴിയും വരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഫെറിയിൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ 6:30 മുതൽ വൈകിട്ട് 9:30 വരെ മാത്രമേ ഫെറി ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യണം. പിന്നെ രാവിലെ അധികം ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ. എപ്പോഴും ഈവനിങ്ങിലാണ് ഇവിടുത്തെ ഒരു ആഘോഷങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയം നോക്കിയിട്ട് വരണം ഫെറിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ തോപ്പുംപടി പാലം കടന്നിട്ട് നിങ്ങൾക്ക് വെളി ഗ്രൗണ്ടിലേക്ക് വരാവുന്നതാണ്. അത് നിങ്ങൾ മറൈൻ ഡ്രൈവിലോ അല്ലാന്നുണ്ടെങ്കിൽ ഹൈക്കോർട്ട് ജംഗ്ഷനിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ് കിട്ടും, ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ബസ് കിട്ടും. ആ ബസ്സിൽ കയറിയിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരു സ്റ്റേജും അതേപോലെ തന്നെ അതിൽ പല തരത്തിലുള്ള പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ട്, അതേപോലെ തന്നെ ഗാനമേളയുണ്ട്, അങ്ങനെ പല പ്രോഗ്രാംസും നടക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ ഈ ഗ്രൗണ്ടിൻ്റെ ചുറ്റുപുറം ഇതുപോലത്തെ കുറേ കടകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സൂവനീർസൊക്കെ വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള കടകളുണ്ട്. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിക്കോപ്പുകൾ വിൽക്കുന്നതും അതേപോലെ തന്നെ ബജി, ചായ, അങ്ങനെ പല സാധനങ്ങൾ വിൽക്കുന്ന കടകളും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരു ഉത്സവാന്തരീക്ഷമാണ് ശരിക്കും നമ്മൾ വെളി ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ. നമ്മളൊരു വലിയ ഉത്സവത്തിനൊക്കെ പോയാൽ എങ്ങനെയാണോ അവിടുത്തെ ക്രൗഡ് ഉണ്ടാവുക, അതുപോലെയാണ് കേട്ടോ ശരിക്കും ഇവിടെ. അങ്ങനെ പലതരത്തിലുള്ള കച്ചവടക്കാരും കപ്പിൾസും ഫാമിലിയും എല്ലാവരും വരുന്ന ഒരു വലിയൊരു ആഘോഷത്തിൻ്റെ ഏരിയ തന്നെയാണ് നമ്മുടെ വെളി ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേജ്. ആ സ്റ്റേജിലാണ് എല്ലാ പ്രോഗ്രാംസും നടക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഡാൻസ്, പാട്ട്, കുട്ടികളുടെ പ്രോഗ്രാം അങ്ങനെയൊക്കെ ഉണ്ട്. ഈ പ്രോഗ്രാമുകളുടെയൊക്കെ ഒരു ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 11 മണി വരെയാണ്. 11 മണിക്ക് ശേഷം സൗണ്ട് ഓഫാക്കും. അപ്പോൾ അത്ര വരെ മാത്രമേ ഇവിടെ ആഘോഷങ്ങൾക്കുള്ള അനുമതി ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ മുൻകൂട്ടി കണ്ടിട്ട് വേണം നിങ്ങൾ വരാൻ. ഈ ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഈ പപ്പാനീനെ ഈ മരത്തിൻ്റെ ഓരോ ചില്ലകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് പല പല പോസിലാണ് വെച്ചത്. മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് എത്തി നോക്കുന്ന പോലെ, ഊഞ്ഞാലാടുന്ന പോലെ, അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഭയങ്കര രസമുണ്ടായിരുന്നു അത് കാണാനായിട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അന്യായ ക്രൗഡാണ്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ കാറിൻ്റെ കീയോ ബൈക്കിൻ്റെയൊക്കെ കീയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കാരണം അത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ അതെങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ശരിക്കും ഞങ്ങൾ വന്ന് കയറിയത് ഇതിലെ മറ്റൊരു എൻട്രൻസിലാണ്. യഥാർത്ഥ എൻട്രൻസ് എന്ന് പറയുന്നത് ആ സൈഡിലല്ല, നമ്മൾ ഫോർട്ട് കൊച്ചി വാസ്കോഡഗാമ സ്ക്വയർ എന്നൊക്കെ വരുന്ന ആ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള എൻട്രൻസ് ഉള്ളത്. അപ്പോൾ ആ എൻട്രൻസിലാണ് ഈ LED ലൈറ്റ്സ് ഒക്കെ കാണുന്നത്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടും കൂടിയാണിത്. അപ്പോൾ ഇവിടെ സ്മോക്ക് ബോൾ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്മോക്ക് ബോളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിനാണെന്നുണ്ടെങ്കിൽ 80 രൂപ. ഈ ഒരു ഓറഞ്ച് കളറിലിരിക്കുന്ന ബോളിനാണെന്നുണ്ടെങ്കിൽ 80 രൂപയും, അതല്ല വേഫേഴ്സിനാണെന്നുണ്ടെങ്കിൽ 100 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങളൊരു 80 രൂപേൻ്റെ ഒരു സ്മോക്ക് ബോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിനകത്തേക്ക് ആ ഒരു ലിക്വിഡ് ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് സ്മോക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ വരില്ലേ രാവി, അതുപോലെ തന്നെയാണ് ഇത് വരുന്നത്.
അപ്പം ഞാനതൊന്ന് എടുത്ത് കഴിച്ചു. നമ്മൾ വായിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ നല്ല ഭയങ്കര സ്മോക്കാണ് കേട്ടോ നമ്മുടെ വായന്ന് വരുന്നത്. നല്ല തണുപ്പുണ്ട് ഈ സാധനം. എനിക്ക് തോന്നുന്നു നൈട്രജനാണ് ഈ സാധനം തോന്നുന്നുണ്ട്. അപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ അതിന്. അപ്പം നമ്മൾ ഈ വെളി ഗ്രൗണ്ടിലേക്ക് നമ്മൾ വാസ്കോ ഡ ഗാമ സ്ക്വയർ എന്നാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കാർണിവലിൻ്റെ അടുത്തൂടെ ആയിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ കൊച്ചിയിലെ വെളി ഗ്രൗണ്ടിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാലുള്ള സ്പേസിലാണ് ഈ കാണുന്ന കാർണിവൽ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ ക്രിസ്മസ് ഈവും അതേപോലെ തന്നെ ഈ കാർണിവലും സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വെളി ഗ്രൗണ്ടിൽ നടക്കുന്ന ഇവൻ്റ് എന്ന് പറയുന്നത് ഡാൻസ്, പാട്ട്, അങ്ങനത്തെ കുറച്ച് പ്രോഗ്രാംസ് ആണ്. പക്ഷെ കാർണിവൽ നടക്കുന്നത് ശരിക്കും അതിൻ്റെ പുറത്താണ്. അതിൻ്റെ പുറത്തുള്ളൊരു സ്പേസിലാണ് കാർണിവൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക, യന്ത്ര ഊഞ്ഞാൽ, അതേപോലെ തന്നെ മരണക്കിണറുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിന് ഓരോന്നിലേക്കും നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഓരോന്നിലേക്കും നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഇത് കാണാനോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് കയറാനോ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതെങ്കിലും റൈഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺടെസ്റ്റിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ടിക്കറ്റ് എടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് നടന്ന് കാണാൻ പറ്റും. ശരിക്കും ഇവിടെ ഭയങ്കര ബഹളമാണ് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ കറങ്ങുന്ന സമയത്ത് ആൾക്കാർ അലറി വിളിക്കുന്നുണ്ട് അതിലിരുന്നിട്ട്. ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഈ ബോൾ എറിഞ്ഞിട്ട് ഗ്ലാസ്സുകൾ താഴെ വീഴ്ത്തുന്നതാണ് കേട്ടോ. അപ്പോൾ അത് 50 രൂപയാണ് 3 ബോളിനുള്ള പ്രൈസ് വരുന്നത്. അപ്പോൾ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 3 ബോൾ കിട്ടും. അപ്പോൾ ആ 3 ബോളിൽ നമ്മൾ ആ അടുക്കി വെച്ചിട്ടുള്ള ഗ്ലാസ്സുകൾ നമ്മൾ എറിഞ്ഞിടണം. അപ്പോൾ അങ്ങനത്തെ പലതരത്തിലുള്ള എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ റൗണ്ട് എറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സാധനത്തിൽ കറക്റ്റ് ചെന്ന് വീഴുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് അവർ തരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫോർട്ട് കൊച്ചിയിലെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.